എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ചേമ്പിൻ താള് വെച്ചിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. അതായത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഞാനിവിടെ കുറച്ച് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ചേമ്പിൻ്റെ താളിൻ്റെ അതിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ അതിൻ്റെ പുറത്തെ ആ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് കഴുകി ഈ തൂരപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഇതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു അരപ്പുണ്ടാക്കണം. അത് അധികമൊന്നുമില്ല. കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ച് ഒരു ചെറിയ ഉള്ളി വേണമെങ്കിൽ 1-2 ചേർത്ത് അരയ്ക്കാം. ഉള്ളി ഒരുപാട് അരയണ്ട. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. കൂടെ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ഒന്ന് കടുക് വറുത്താൽ മതി. നല്ലൊരു കറിയാണ്. കാരണം ഈ ചേമ്പിൻ താളെന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തില് ഇതൊക്കെ കഴിക്കും. നമ്മുടെ പൂർവികര് തന്നെ പറഞ്ഞിട്ടുണ്ട്, താളും തകരയും ഒക്കെ കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ താള് വെച്ചിട്ടുള്ള ഈ ഒഴിച്ചുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട്, ദഹനത്തിന് നല്ലതാണ്. അങ്ങനെ എന്തുകൊണ്ടും നമ്മളുടെ ആരോഗ്യത്തിന് മെഡിസിനലി ഭയങ്കര നല്ല ഒരു വിഭവമാണ്. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇതാണ് ചേമ്പിൻ്റെ തണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇല ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളയണം. അതെങ്ങനെയാണ് കളയുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, കാരണം ഇതിൻ്റെ കറയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ ഇതിൻ്റെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതിന് കറയുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴാതെ സൂക്ഷിക്കുകയും വേണം. ചേമ്പിന്റെ തണ്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതെങ്ങനെയാണ് ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് കനമുണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു കിട്ടും. ചൂട് കയറിയാൽ മതി. ഇങ്ങനെ നമുക്ക് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പൊ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇത് നല്ല പോലെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. ഞാൻ കുക്കറിലാണ് തോരപ്പരിപ്പ് വേവിച്ചിരിക്കുന്നത്. അത് ഒരു 1/4 കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകി കൊണ്ടുവന്നാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല പോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചു ഒരുവിധം അരഞ്ഞു കഴിയുമ്പോൾ ഒരു 2 ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പുളിയാണ്. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം.
അരപ്പ് റെഡിയാക്കി. അരപ്പ് തേങ്ങ തരിതരിപ്പായിട്ട് ഉള്ളിയും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് ഇട്ട് നമ്മുടെ ഈ താളിൻ്റെ കഷ്ണങ്ങളും ഇട്ട് വേവിക്കണം. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിക്കണം. നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മുടെ ഇത് താള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. താളിന്റെ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തു. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി. ഇത് ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, ചെറിയ മുളകാണ്, ഒരു 4 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് തന്നെ ഇടാം. എത്രമാത്രം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിറച്ചുണ്ടായിരുന്ന സാധനം ഇപ്പൊ പകുതിയായി കണ്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് തന്നെ ധാരാളം വെള്ളം ഉള്ളതാണ്. വാട്ടർ കണ്ടന്റ് ധാരാളമുണ്ട് ഈ ചേമ്പിന്റെ തണ്ടില്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് റെഡി ആയിക്കോട്ടെ. ചേമ്പും തണ്ടും പരിപ്പും കൂടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റി കിട്ടണം. നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി എടുത്താൽ മതി. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. വറ്റൽമുളക് ഒരു 2 എണ്ണം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് കറിവേപ്പില. ഉള്ളി മുളകും നല്ലപോലെ ഒന്ന് മൂക്കണം. മൂത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്പിൻ താള് കറി നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
എൻ്റെ ചേമ്പിൻ താളുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.